ഹായ് ഹലോ 12th മാച്ച് വീണ്ടും സ്വാഗതം. ബാംഗ്ലൂരുടെ എതിരെയുള്ള ഒരു മാച്ചും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. എഗെയിൻ ഒരു തോൽവി. ആൻഡ് ഈ ഒരു മാച്ചിൽ അത് കാണാൻ സാധിച്ച അതായത് ഫസ്റ്റ് ഹാഫിൽ കാണാൻ സാധിച്ച ബ്ലാസ്റ്റേഴ്സിനല്ല സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ച്. അതാണ് ആകെ ഒരു സന്തോഷം നൽകുന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഫസ്റ്റ് ഹാഫിൽ വളരെ മോശമായി കളിച്ചു പറയാന്ന് വെച്ചാൽ സെക്കൻഡ് ഹാഫിൽ വളരെ അടിപൊളിയായി കളിച്ചു. പക്ഷേ ബാംഗ്ലൂരു കിട്ടിയ ചാൻസസ് മുതലാക്കി സ്കോർ ചെയ്ത് കളി അവരെടുത്തു. സോ ഈ ഒരു വീഡിയോ ബാംഗ്ലൂരു എഫ്സിയുടെ മാച്ചിൻ്റെ ശേഷമുള്ളൊരു പോസ്റ്റ് മാച്ച് ടോക്കാണ്. സോ ഈ ഒരു ഗെയിമിൻ്റെ പൾസ് നമുക്ക് അറിയണമാണ്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 200ാമത്തെ മാച്ചാണ്. ആകെ 4 ടീമുകളാണ് അതിലേക്ക് വന്നിട്ടുള്ളൂ. ആൻഡ് അതിലിപ്പം ഒരെണ്ണം നമ്മുടെ ടീമാണ്. ആൻഡ് ISL വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യലുള്ള ഒരു മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂരു FC. ആൻഡ് ഈ പ്രാവശ്യം അവരുടെ ഫാൻസ് നല്ല രീതിക്ക് തന്നെ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു. ടിഫോകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ അവരെ ചാൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അതായത് ഹാഫ് ടൈം 2-0 ഹാഫ് ടൈം വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ അത് 4-2 മാറി. നമ്മളൊരു കംബാക്ക് നടത്തും എന്നുള്ളൊരു ഇത് തന്നിട്ട് കംബാക്ക് നടത്താണ്ട് പോയൊരവസ്ഥയായിരുന്നു ഈ ഒരു മാച്ചിലുണ്ടായിരുന്നത്. ഞാൻ മറ്റേ FC ഗോവയ്ക്കെതിരെയുള്ള മാച്ച് പോലെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചു. ബട്ട് ഒന്നും വന്നില്ല. നമുക്ക് വേണ്ടി ജിമിനസ് സ്കോർ ചെയ്തു. ആൻഡ് ഫ്രെഡി സ്കോർ ചെയ്തു. ആ ഫ്രെഡിയുടെ ഗോൾ ഒരു കോർണറിൽ നിന്നാണ് വന്നതെന്നുള്ളൊരു, അതായത് ഒരു സെറ്റ് പീസിൽ നിന്ന് വന്നൊരു ഗോളാണെന്നുള്ളൊരു സമാധാനം കൂടി ഉണ്ട്. ആൻഡ് ബാംഗ്ലൂരിന് വേണ്ടി സുനിൽ ഛത്രി ഹാട്രിക്ക് നേടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് റയാൻ വില്യംസ്. ഈ ഒരു കളിയിൽ നമുക്ക് മാറ്റം വന്നത് പറഞ്ഞാൽ മിലോസിനെ മാറ്റി കോയിഫിനെ ഇറക്കിയതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെ ഈ ഒരു കളിയിൽ നമുക്ക് കാണാൻ പറ്റി. കാരണം മിലോസിൻ്റെ ഒരു പാളിച്ചകൾ കോയിഫ് ഒരു പരിധി വരെ മാറുന്നതും പിന്നെ ഒരു അക്രോമാറ്റിക് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിൽ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്ലേയേഴ്സും ചത്ത് കിടന്ന് കളിച്ചിട്ടുണ്ട്. നോവ ആയാലും ലൂണ ആയാലും. ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വാസ് ക്രൂഷ്യൽ. കോയിഫിനെ മാറ്റി കൂടുതലും ഫ്രണ്ടിലേക്ക് കളിപ്പിക്കാൻ വേണ്ടിയുള്ള പ്ലേയേഴ്സിനെ ഇറക്കിയത്, പെപ്രേനെ ഇറക്കിയത്. ആൻഡ് പ്രബീർ വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഓൾ ഷോസ് എ പോസിറ്റീവ് സൈൻ ഇനിയുള്ള മാച്ചുകൾ. ഈ ഒരു മാച്ചിൽ വേറൊരു കാര്യം കാണാൻ പറ്റിയത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നവോച്ച 2 ഷോട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു, ഡിപ്പിങ് ഷോട്ട്സ്. ആ 2 ഷോട്ടും ഗുപ്രീത് നല്ല കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൗൺസിങ് ബോളായിട്ട് വന്നായിരുന്നു. ആൻഡ് ഗുപ്രീത് നന്നായിട്ട് തന്നെയാണ് മീൻസ് സേവ് ചെയ്തു വെച്ചാലും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകെ സീനാവാൻ ചാൻസ് ഉള്ളൊരു കാര്യം പറഞ്ഞാൽ വിപിൻ്റെ അവസ്ഥയാണ്. വിപിന് ഒരു ഇഞ്ചുറി വന്ന് കളിയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്താവും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം. ഡാനിഷാണ് ഇറങ്ങിയത് പകരം. ഇഞ്ചുറി സീരിയസ് ആണോ കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് വഴി അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സോ അതൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ഇനി വരുന്ന മാച്ച് മോഹൻ ബഗാൻ്റെ എതിരെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ടഫ് മാച്ച്. എന്താവും നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പുറം നിങ്ങൾ കമൻറ്റ് ബിലോ അതുപോലെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഷെയർ ചെയ്യണമായിരിക്കും. ആദ്യം കമ്മ്യൂണിറ്റി ടാബ് വഴിയും ഷെയർ ചെയ്യേണ്ടത്. സോ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഓൺ. സോ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.